പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാനും ക്രമക്കേടുകളിൽ വേഗത്തിൽ കടുത്ത നടപടി സ്വീകരിക്കാനുമാണ് ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പരീക്ഷാ ക്രമക്കേട് നടത്തുന്ന മാഫിയകളെ നിയന്ത്രിക്കാൻ ചർച്ച നടത്തുന്നതിന് പകരം പ്രധാനമന്ത്രിക്ക് ശ്രദ്ധ ഇൻസ്റ്റഗ്രാമിലാണെന്ന് ഗൗരവ് ഗൊഗോയ് പറഞ്ഞു. Speaker sir, this bill which was introduced yesterday is in fact an amendment to the earlier bill, Public Examinations Prevention of Unfair Means Act 2024, which was also brought by this government, and not only brought, it was perhaps the first of its kind in the history of independent India. The earlier bill and the amendment today are, in a way, a reaffirmation of this government's deep commitment to safeguard the welfare of the students and the youth of this country. And at the same time, it is also a reiteration of Prime Minister Modi ji's resolve not to allow anyone to compromise with the future of the children of Mother India. माध्यम से इस पीढ़ी को आने वाले चुनौतियों के लिए तैयार नहीं कर रहे। आप शिक्षा के माध्यम से इस पीढ़ी के लोगों को आने वाले समय में आपके दल के सदस्य बने, आपको वोट दे, उसके लिए आप एक माहौल बना रहे हो। ये है आपके लिए शिक्षा का उद्देश्य, ये है शिक्षा का उद्देश्य। और हमने देखा कि वो जो संस्थाएं, चाहे वो IIT हो, चाहे JNU हो, चाहे DU हो, देश भर से माता पिता अपने बच्चों को बोल रहे कि जाओ दिल्ली जाओ, अगर दिल्ली नहीं जा सकते तो बॉम्बे जाओ, बिहार में जाओ, लेकिन धरना प्रदर्शन करो। आज शिक्षा की बात है, आपको अपना भविष्य आपको बचाना है। मैं नहीं जा सकता पर मेरी आशीर्वाद तुम्हारे साथ है। एक मां ने एक आशीर्वाद के साथ अपने बेटी को भेजा, एक बाप ने अपने बेटे के पीठ पे थपथपाकर उसको जंतर मंतर पे। കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഗുരുതര വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് ഈ പ്രതിപക്ഷം സഭയിലൊക്കെ ഉന്നയിക്കുന്നത്. ഭരണപക്ഷം അതിന് മറുപടിയൊക്കെ നൽകുന്നുണ്ട്. ഈ ബില്ലിൽ എന്തെങ്കിലും ഭേദഗതി വേണമെന്നൊക്കെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടോ? ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ പാർലമെന്റിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ശക്തമായ വാദപ്രതിവാദമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുണ്ടാകുന്നത്. ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ കൊണ്ടുവരുന്ന ബില്ല് അത് രാജ്യത്തെ പരീക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കുന്നതിനും ഒപ്പം അതിൽ വരുന്ന ക്രമക്കേടുകൾ തടയുന്നതിനും നിയമ ഭേദഗതി കൊണ്ടുവരുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ ഈ ബില്ലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബില്ലിലെ വ്യവസ്ഥകളെ കുറിച്ചും വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുള്ള പരീക്ഷാ വീഴ്ചകളും ചോദ്യപേപ്പർ ചോർച്ചയും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഭരണപക്ഷാംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. അതിന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു. നിലവിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ യുവാക്കളുടെ ഭാവിയോ സംബന്ധിച്ചോ ആലോചനയില്ലാത്ത സർക്കാരാണ് നിലവിൽ ഭരിക്കുന്നതെന്നും പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഗൗരവ് ഗൊഗോയ് ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ പരീക്ഷകൾ നിയന്ത്രിക്കുന്ന മാഫിയകളെ അടിച്ചൊതുക്കാനും അവരെ നിയന്ത്രിക്കാനും ചർച്ചകൾ നടത്തുന്നതിന് പകരം പ്രധാനമന്ത്രിക്ക് ശ്രദ്ധ ഇൻസ്റ്റാഗ്രാമിലാണ് എന്ന വിമർശനമായിരുന്നു ഗൗരവ് ഗൊഗോയ് ഉയർത്തിയത്. ഒപ്പം ബാൻസുരി സ്വരാജ് ഉൾപ്പെടെ ഭരണപക്ഷത്തുനിന്ന് സംസാരിച്ച MP-മാർ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ചൂണ്ടിക്കാട്ടിയത് ഈ സർക്കാർ വന്നതിന് ശേഷം വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അത് പരീക്ഷാ നടത്തിപ്പാണെങ്കിലും അവരുടെ ഭാവി സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ആലോചനകളും പദ്ധതികളും സർക്കാർ നടത്തുന്നുണ്ട്. നിലവിൽ ഈ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നത് തന്നെ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും കർശനവുമാക്കുന്നതിനും ഒപ്പം അതിൽ വീഴ്ചകൾ വരുത്തുന്ന കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനുമാണ് എന്നുള്ളതാണ്. ഒപ്പം ഈ ചർച്ചകൾക്കൊടുവിൽ ബില്ല് പാർലമെന്റ് ലോക്സഭ ഐക്യകണ്ഠേന പാസ്സാക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതല്ലെങ്കിൽ പോലും നിലവിലും ബില്ല് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിന് സഭയിലുണ്ട്. ഭരണഘടനാ ഭേദഗതി ബില്ല് അല്ലാത്തത് കൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷത്തിന്റെ ആവശ്യമില്ല. സഭയിലെ നിലവിലുള്ള അംഗങ്ങളിലുള്ള ഭൂരിപക്ഷം മാത്രം മതി ഈ ബില്ല് പാസ്സാക്കുന്നതിന്. അതുകൊണ്ട് പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും ബില്ല് പാസ്സാക്കാനുള്ള സാഹചര്യം നിലവിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും നേരത്തെ പ്രതിപക്ഷം തന്നെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചതുകൊണ്ടും ചർച്ചയ്ക്ക് ശേഷം ലോക്സഭ ഐക്യകണ്ഠേന ബില്ല് പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മറ്റുള്ള തീരുമാനങ്ങൾ സാധാരണ ബില്ല് അവതരിപ്പിച്ച് ചർച്ച കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട്
കൂടുതൽ ചർച്ചകൾക്ക് വിടാം, പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും സാധ്യതയിലേക്ക് പോകുമോ, അതല്ല ഇന്ന് തന്നെ ഈ ബില്ല് പാസ്സാക്കുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ചർച്ച ഏതായാലും നീണ്ടുപോകും. നിലവിൽ 6 മണിക്കൂറാണ് സമയം നൽകിയതെങ്കിലും അതിലും നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മായ.